വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതിന് മുമ്പ് ക്ലാസ്സസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഉപകാരപ്പെട്ട ക്ലാസ്സുകൾ കാണാൻ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അമെൻമെൻറ്റിൻ്റെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചറിലും അങ്ങനത്തെ പെനാലിറ്റിയെ ബന്ധപ്പെട്ടിട്ട് അതൊക്കെ ഏതാണെന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻ 94 ഒഫൻസസുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 94 ഒഫൻസസ് ആണ്. സെക്ഷൻ 95 പിന്നെ 95A വരെയാണ് ഈ ഒരു ഭാഗത്ത് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 94 ഒഫൻസസ് ആണ്. അപ്പോൾ ഒഫൻസസിൽ എന്തെല്ലാം ഒഫൻസസ് ആണ് കടന്നു വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഒഫൻസസിൽ ഫീസാണല്ലോ നമ്മൾ പറയാം. അതായത് അമെൻമെൻറ്റിൽ പുതിയത് ഫൈനാണ് പറയാം. ഫീസല്ല, ഫൈനാണ്, പെനാൽറ്റി ഫൈനാണ്. അപ്പോൾ ഓരോ എമൗണ്ടുകളും വെച്ച് നമുക്ക് പഠിക്കാം. 5000 വരുന്ന ഫൈൻ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. 5000 ആദ്യം 2000 ഉള്ളതൊക്കെ ഇപ്പോൾ 5000 ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം 2000 ഉള്ളതൊക്കെ പിന്നെ 5000 ഉള്ളതായി. 5000 ആയതൊക്കെ എന്തായി? 10000 ആയി. അങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം 5000 ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. 5000 ഉള്ളത് ഫസ്റ്റ് പറയണത് ഒരു കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യണം. ആരുടെ സാങ്ഷൻ ഇല്ലാതെ, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ ഇല്ലാതെ, വിത്തൗട്ട് ദ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് 5000 രൂപയാണ് പിഴ കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു കേസ്. അപ്പോൾ 5000ൻ്റെ ഒന്നാമത്തെ കേസ് എന്താണ്? യൂസ് ദ വേർഡ് കോപ്പറേറ്റീവ് എന്നുള്ളത് 5000ൻ്റെ ഒന്നാമത്തെ കേസാണ്. പിന്നെ രണ്ടാമത്തെ കേസ് പറയണത് ഡിസ്പോസിങ് എനി പ്രോപ്പർട്ടി ദാറ്റ് ദ സൊസൈറ്റി ഹാവിങ് ഫസ്റ്റ് ചാർജ്. അതായത് സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉള്ള പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? 5000 രൂപ ഫൈൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് കേസാണ് 5000മായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സെക്ഷൻ 35 ഫസ്റ്റ് ചാർജ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ്. എനി മെമ്പർ ഓർ പാസ്റ്റ് മെമ്പർ ഓർ നോമിനി, ഹെയർ ആവാം, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ആവാം. അവരൊക്കെ കോൺട്രാവീൻസ് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 35 ബൈ ഡിസ്പോസിങ് എനി പ്രോപ്പർട്ടി ദാറ്റ് ദ സൊസൈറ്റി ഈസ് ഹാവിങ് ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 5000. അപ്പോൾ രണ്ട് കേസ് 5000ൻ്റെ നമ്മൾ കണ്ടു. ഒന്ന് ഏതായിരുന്നു? യൂസ് ദ വേർഡ് കോപ്പറേറ്റീവ് എന്നുള്ളത് 5000ൻ്റെ കേസാണ്. പിന്നെ അതുപോലെ ഡിസ്പോസിങ് എനി പ്രോപ്പർട്ടി ദാറ്റ് ദ സൊസൈറ്റി ഹാവിങ് ഫസ്റ്റ് ചാർജ് എന്നുള്ളതും എന്താണ്? 5000ൻ്റെ കേസാണ്. പിന്നെ 10000 ആണ് കൂടുതൽ. 10000ൻ്റെ കേസാണ് കൂടുതലുള്ളത്. അപ്പോൾ 10000 നോക്കാം. 10000 മാത്രമുള്ളത്. മറ്റത് ഇംപ്രിസൺമെൻറ്റും 10000 കൂടി ഉള്ളതും ഉണ്ട് കേട്ടോ. ഇംപ്രിസൺമെൻറ്റും 10000 കൂടി ഉള്ളതുണ്ട്. 10000 മാത്രം വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റിയിലെ ഓഫീസർ, കമ്മിറ്റി അല്ലെങ്കിൽ ഓഫീസർ വിൽഫുള്ളായിട്ട് മേക്കിംഗ് ഫാൾസ് റിട്ടേൺസ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫെയിലാവുക, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനാണ് ഈ 10000 പറയുന്നത് കേട്ടോ. അതൊന്ന്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഫെയിലാവുകയാണല്ലോ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് കൊടുക്കാത്തതാവാം, അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കുന്നതാവാം അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്രയാണ് ഫൈൻ വരിക? 10000 ഫൈൻ വരിക. പിന്നെ അതേപോലെ തന്നെ 10000 ഫൈൻ വരുന്നതാണ് അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയർ ഫെയിൽസ് ടു പേ ദ ഡിഡക്റ്റഡ് എമൗണ്ട് ടു ബി സൊസൈറ്റി. സെക്ഷൻ 37(2) പ്രകാരം തിരിച്ചടവ് നടത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും 10000 രൂപ ഫൈൻ വരും. പിന്നെ ഷെയർ മണി ഓഫ് ദ സൊസൈറ്റി ഈസ് നോട്ട് ഡെപ്പോസിറ്റഡ് ഓർ യൂസ്ഡ് ഫോർ അതർ പർപ്പസ്. ഷെയർ മണി എന്ത് ചെയ്യുക? ഷെയറൊക്കെ പിരിച്ചു, പക്ഷേ എന്ത് ചെയ്തില്ല? അത് അടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക കേട്ടോ. അടച്ചിട്ടില്ല. ഇഫ് എനി എംപ്ലോയർ ഓഫീസർ ഫെയിൽസ് ടു, അതും 10000 വരിക. അതുപോലെ തന്നെ ഷെയർ മണി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തിനകം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റൽ സേവിങ്സ് ബാങ്കിലോ നിക്ഷേപിക്കണം എന്നാണ് വ്യവസ്ഥ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യണില്ല. അത് വേറെ വല്ല പർപ്പസിന് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴും എത്ര വരിക? 10000 എന്ത് വരിക? പിഴ കൊടുക്കേണ്ടത് കേട്ടോ. 10000 പെനാലിറ്റി വരും. അപ്പോൾ അതാണ് 10000ൻ്റെ കേസ് പറയണത്. അപ്പോൾ ഇവിടെയൊക്കെ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ജയിലിൻ്റെ കാര്യം, ഇംപ്രിസൺമെൻറ്റിൻ്റെ കാര്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ എവിടേക്കാണ് 10000 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ
ഇത് കളക്ട് ചെയ്ത ഷെയർ മണി തിരിച്ചടയ്ക്കാതെ വേറെ വല്ല പർപ്പസിന് കൊടുത്താൽ 10,000. പിന്നെ എംപ്ലോയർ അല്ലെങ്കിൽ ഓഫീസർ ഫെയിൽ ചെയ്യുകയാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ, ഇനി എംപ്ലോയർ അല്ലെങ്കിൽ ഓഫീസർ 94 സബ്സെക്ഷൻ 5-ലാണ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയണത് കേട്ടോ. 94 അതായത് സ്പെസിഫിക് ഈ സാലറി ഉണ്ടല്ലോ, എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് അടച്ചു, പക്ഷേ എന്ത് ഇല്ല, അടച്ചിടില്ല, തിരിച്ചടവ് മുടങ്ങി. അതേപോലെ ഡിഡക്റ്റഡ് എമൗണ്ട് 7 ദിവസത്തിനകം തിരിച്ചടയ്ക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 10,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 2 കേസ് 10,000 ആണ്. പിന്നെ ഈ ഒരു കേസ് വിൽഫുള്ളായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാതിരിക്കുക, സംഭവങ്ങൾ കൊടുക്കാതിരിക്കുമ്പോഴും എന്താണ് 10,000 വരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇംപ്രിസൺമെൻറ്റും 10,000 ഉള്ളതുണ്ട്, അതായത് ജയിൽ ശിക്ഷയും 10,000 ഉണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റ് 1 ഇയർ അല്ലെങ്കിൽ 2 10,000 എന്ന് പറഞ്ഞിട്ടുള്ള കേസസ് വരുന്നുണ്ട്. അത് ഓഫീസർ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ വിൽഫുള്ളി റിഫ്യൂസ് ടു ഹാൻഡ് ഓവർ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്, വിസമ്മതിക്കുകയാണ്. മറ്റത് ഫെയിലാവുകയാണ്, കൊടുക്കാൻ കഴിയാതെ വരികയാണ്. ഇവിടെ അതല്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് വിസമ്മതിക്കുക, അതിനെന്തെങ്കിലും കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അപ്പോൾ അതുകൊണ്ടായിരിക്കും കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ജയിൽ ഇംപ്രിസൺമെൻറ്റ് വരുന്നുണ്ട്. 1 വർഷം കേട്ടോ, 1 വർഷം അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ 2. അത് ആ ഒരു കേസ് എത്രത്തോളം പ്രാധാന്യമുള്ള കേസാണ് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഓക്കെ. അപ്പോൾ ആ 10,000 10,000 അതുപോലെ ജയിൽ ശിക്ഷയും വരുന്നത് എന്താണ്, ഓഫീസർ ഓർ കസ്റ്റോഡിയൻ വിൽഫുള്ളി റിഫ്യൂസ് ടു ഹാൻഡ് ഓവർ ബുക്സ് അക്കൗണ്ട്സ് ക്യാഷ്, അത് വരുമ്പോൾ 2 വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇംപ്രിസൺമെൻറ്റ് 6 months വരുന്നത് ഇലക്ഷൻ്റെ കേസിലാണ്. ഇംപ്രിസൺമെൻറ്റ് 6 months. പിന്നെ ഇവിടെ 5,000 രൂപയാണ് വരുന്നത് കേട്ടോ. 5,000 രൂപയും ജയിൽ ശിക്ഷയും വരുന്നുണ്ട്. 5,000 രൂപയും ജയിൽ ശിക്ഷയും, അത് ആദ്യത്തെ കേസാണ്. 5,000, മറ്റേത് 5,000 മാത്രം ഫൈന് വന്നായിരുന്നുള്ളൂ. ഇവിടെ 5,000 ഉണ്ട്, ജയിൽ ശിക്ഷ ഉണ്ട് 6 മാസം. അത് വെച്ചാൽ ഇലക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫ്രോഡിലൻ്റ് പ്രാക്ടീസ് നടത്തുക. അപ്പോൾ എന്തൊക്കെയായിരിക്കാം, നോമിനേഷൻ പേപ്പറോ ബാലറ്റ് പേപ്പറോ ഒക്കെ നശിപ്പിക്കുക, അതുപോലെ മോഷ്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് ആ സമയത്ത് നടത്തുക, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റോ പ്രോമിസോ ഒക്കെ മെമ്പേഴ്സിന് കൊടുത്തിട്ട് ഇലക്ഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും 6 മാസം ഇംപ്രിസൺമെൻറ്റും 5,000 രൂപ പിന്നെ ഫൈനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും അവിടെയാണ് 5,000 വരുന്നത് ഒരു കേസ്. പിന്നെ അടുത്തത് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് 3 വർഷം. അപ്പോൾ 10,000 നമ്മൾ പറഞ്ഞു, ചീഫ് എക്സിക്യൂട്ടീവ് ഒക്കെ അത് പറഞ്ഞതാണ്. പിന്നെ ഇംപ്രിസൺമെൻറ്റ് 3 വർഷം. അതുപോലെ തന്നെ ഫൈന് എമൗണ്ടിൻ്റെ ട്വൈസ് പറയുന്നുണ്ട്, ഫൈൻ അപ് ടു ട്വൈസ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ്. അത് ഏതൊക്കെ കേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്അപ്രോപ്രിയേറ്റ് ഓർ ഇല്ലീഗലി കീപ്സ് എനി മണി ബിലോങ്ങിങ് ടു സൊസൈറ്റി. സൊസൈറ്റിയിൽ കണക്കിൽപ്പെടാത്ത സൂക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഇല്ലീഗലായിട്ടുള്ള മണി ബിലോങ് ചെയ്യുക, ഫ്രോഡിനൻ്റ്ലി മേക്കിംഗ് ഡോക്യുമെൻ്റ് റിപ്പോർട്ടൊക്കെ ഫ്രോഡ് മൂലം, ലോണോ പ്രൊജക്റ്റോ ഇല്ലാത്ത ലോണോ പ്രൊജക്റ്റോ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പറയില്ലേ. പിന്നെ കോൺസ്പിറസി ഇൻവോൾവിങ് ഒഫൻസ്, എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് 3 വർഷം പറയണത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രോഡിനൻ്റ്ലി മേക്ക് പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക 3 വർഷമാണ്. പിന്നെ ഫൈനും വരും. ഫൈന് എത്ര എമൗണ്ട് ആണോ തിരിമറി ചെയ്തത് അതിൻ്റെ ഇരട്ടി, ട്വൈസ് ദ എമൗണ്ടാണ് പറയണത്. ഇവിടെയാ തന്നെ ആ 3 വർഷത്തിൻ്റെ കേസാണ് പറയുന്നത്, ഇവിടെ തന്നെ. അപ്പോൾ 3 വർഷത്തിൻ്റെ 3 കേസാണ് പറയുന്നത് കേട്ടോ. 3 വർഷത്തിൻ്റെ 3 കേസാണ് പറയണത്. 5 വർഷത്തിൻ്റെ 2 കേസാണ് പറയണത്. 5 വർഷമല്ല, 5,000 രൂപ, 5,000 രൂപയുടെ 2 കേസാണ് പറയണത് കേട്ടോ. 3 വർഷത്തിന് 3 കേസ് പറയുന്നുണ്ട്. 5,000 രൂപയുടെ കേസ് 2 എണ്ണമാണ് പറഞ്ഞത്. യൂസ് ദ വേർഡ് കോപ്പറേറ്റീവും, പിന്നെ അതുപോലെ ഡിസ്പോസിങ് എനി പ്രോപ്പർട്ടി ദാറ്റ് ദ സൊസൈറ്റി ഹാവിങ് ഫസ്റ്റ് ചാർജ് അണ്ടർ സെക്ഷൻ 35, അത് 5,000. അപ്പോൾ 2 കേസായേ. പിന്നെ 10,000-ൻ്റെ 3 കേസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 3 കേസ്? 10,000-ൻ്റെ 3 കേസ് ഏതൊക്കെയാണ്? ഒന്ന്, ഫാൾസ് റിട്ടേൺ. കമ്മിറ്റി ഓർ ഓഫീസർ വിൽഫുള്ളി മേക്കിംഗ് ഫാൾസ് റിട്ടേൺ സമർപ്പിക്കുക. പിന്നെ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് ബുക്സ് കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അപ്പോഴൊക്കെ 10,000 രൂപയാണ്. പിന്നെ എംപ്ലോയർ ഫെയിൽസ് ടു പേ ഡിഡക്റ്റഡ് എമൗണ്ട് ടു ദ സൊസൈറ്റി. 37(2) പ്രകാരം ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ എംപ്ലോയർ അത് അടയ്ക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, അപ്പോഴും 10,000 രൂപ ഫൈനുണ്ട്. പിന്നെ ഷെയർ മണി കളക്ട് ചെയ്തു, പക്ഷേ നോട്ട് ഡെപ്പോസിറ്റ് ചെയ്തുമില്ല, അത് മറ്റ് വല്ല പർപ്പസിന് ഉപയോഗിച്ചു എന്നാണെങ്കിൽ 10,000 രൂപയാണ് പിഴ കൊടുക്കേണ്ടത്. അതാണ് ആ 3 കേസ്. പിന്നെ 10,000 ഇംപ്രിസണും വരുന്ന കേസ് വരുന്നുണ്ട്. ജയിൽ ശിക്ഷയും 1 ഇയർ.
1 വർഷം ജയിൽ ശിക്ഷയും വരുന്നതാണ്. ശരിക്കും വിൽഫുള്ളി റിഫ്യൂസ് ടു ഹാൻഡ് ഓവർ ബുക്സ് ഓൺ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അത് റിഫ്യൂസ് ചെയ്യുകയാണ്, ഹാൻഡ് ഓവർ ചെയ്യില്ല എന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇംപ്രിസൺമെൻറ്റ് 1 ഇയറും ഫൈന് 10,000. പിന്നെ അതുപോലെ തന്നെ എലക്ഷൻ എന്തെങ്കിലും തിരിമറി കാണിക്കുമ്പോൾ 6 മാസമാണ് കേട്ടോ ഇംപ്രിസൺമെൻറ്റ് വരുന്നത്. 6 മാസം ഇംപ്രിസൺമെൻറ്റ് വരും, ഫൈന് 5,000 വരും. പിന്നെ വരുന്നത് ഈ 3 വർഷത്തെ ഇംപ്രിസൺമെൻ്റ് ആണ്. അത് ഫൈനിൻ്റെ എമൗണ്ട് പറയണത് എത്രയാണോ തിരിമറി നടത്തിയത് അതിൻ്റെ ട്വൈസ് ദ എമൗണ്ടാണ് പറയുന്നത്. അതാണ് മിസ്അപ്രോപ്രിയേറ്റ് ഇല്ലീഗലി കീപ്സ് എനി മണി ബിലോങ്ങിങ് ടു സൊസൈറ്റി, ഫ്രോഡായിട്ട് വല്ല ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടാക്കുക, കോൺസ്പിറസി ഇൻവോൾവിങ് ഒഫൻസിലൊക്കെ ചെന്നുപെടുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇംപ്രിസൺമെൻറ്റ് 3 വർഷവും ഫൈനാണെങ്കിൽ ഇരട്ടി പറയുന്നത്, ട്വൈസ് ദ എമൗണ്ടും പറയുന്നത്. അതാണ് ഒഫൻസസിൻ്റെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ 5,000 10,000 ഒക്കെ ആ ഒരു ഒഫൻസസൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് എന്ന ഭാഗം. ചെറിയൊരു ഭാഗമാണ് കേട്ടോ. പക്ഷേ ഈ എമൗണ്ടുകളൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എമൗണ്ടുകളായിട്ട് പഠിക്കുക. 10,000-ന് ഇന്ന കേസുകൾ, 5,000-ന് ഇന്ന കേസുകളൊന്ന് പഠിക്കുക. പിന്നെ ജയിൽ ശിക്ഷയുടെ കാലവും കാലാവധിയൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ഒഫൻസസിൻ്റെ ഭാഗം സെക്ഷൻ 94-മായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. ബാക്കി അമെൻമെൻറ്റ്സിൻ്റെ ക്ലാസ് നമുക്ക് കുറച്ച് ക്ലാസ്സും കൂടി അമെൻമെൻറ്റ്സിൻ്റെ ബാക്കിയുള്ളൂ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.